ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയാർക്കാം. മേഡം, നമ്മുടെ പ്ലാൻ എന്തായിരുന്നു? ജോമിയും ടോമിയും തെറ്റിച്ചിട്ട് ജോമിയെ നമ്മുടെ വശത്തേക്ക് ആക്കുമെന്നല്ലായിരുന്നു. ആ പ്ലാൻ ആണല്ലോ ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നത്. ആ പ്ലാൻ പരാജയപ്പെട്ടു. പകരം ജോമിക്ക് പകരം നമുക്ക് ടോമിയെ നമ്മുടെ വശത്തേക്ക് ആക്കിയാലോ? എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറയണം, എനിക്ക് മനസ്സിലാവുന്നില്ല. ടോമിയും മീനും ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം ജോമി അറിഞ്ഞാൽ അവന് ദേഷ്യം വരുമെന്നും അവൻ നമ്മുടെ കൂടി അവനിട്ട് പണിയെടുക്കുന്നല്ലേ വിചാരിച്ചിരുന്നത്. അതെന്തായാലും നടക്കാൻ പോണില്ല. കാരണം ജോമി പറയുകയും ചെയ്തു അവൻ ടോമിയുടെ കൂടെ നിൽക്കണമെന്ന്. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുക എന്താണെന്ന് വെച്ചാൽ ടോമിയെ കൊണ്ട് ജോമിയുടെ മുകളിൽ ഒരു സംശയം ഉണ്ടാക്കണം. മനസ്സിലായോ? അങ്ങനെ അവന്മാരെ തെറ്റിക്കണം. പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. മേഡം, ടോമിക്ക് മീനു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണെന്ന് മേഡത്തിന് അറിയാലോ ഇല്ലേ? അപ്പോ ഈ ജോമി മീനുവിന് ടൂൺ ചെയ്യുകയാണെന്നങ്ങ് വരുത്തി തീർത്തല്ലോ. ഒന്ന് പോടാ, നീ തന്നെയല്ലേ പറഞ്ഞത് മീനും ടോമിയും തമ്മിലുള്ള ഇഷ്ടത്തിന് ജോമി എന്ത് തടസ്സം വന്നാലും കൂട്ടു നിൽക്കുമെന്ന്. അങ്ങനെയുള്ളവൻ എന്തിനാണ് മീനുവിന്റെ പുറകെ നടക്കെട്ടുന്ന കാര്യം? മേഡത്തിന് ഇപ്പോഴും കളി മനസ്സിലായിട്ടില്ല അല്ലേ? നമ്മുടെ ജോമി മീനുവിനെ ടൂൺ ചെയ്യണം നമ്മളങ്ങ് വരുത്തി തീർക്കും. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ടോമി ഇതങ്ങ് വിശ്വസിപ്പിക്കും. അവന്മാരെ നമ്മളങ്ങ് തെറ്റിക്കും. നിന്റെ പ്ലാനൊക്കെ വലിയ സംഭവം തന്നെ. പക്ഷെ ഇതൊക്കെ എങ്ങനെ നടക്കുമെന്നുള്ളതാണ് എന്റെ സംശയം. എന്നെ സംശയിച്ചോ? നോ പ്രോബ്ലം. പക്ഷെ ഞാനിത് നടത്തി കാണിച്ചു തരും. അപ്പൊ മേഡനെ വിശ്വസിച്ചോണം. അപ്പൊ വിശ്വസിച്ചോളാം. മേഡം, എന്റെ പ്ലാൻ വിജയിപ്പിച്ചിട്ട് മാത്രമേ ഞാൻ ഈ മുറിക്കകത്ത് കാലുകുത്തു. പറയുന്നതേ ലാസറ, അത് ഓർക്കണം. മതി മതി, നിർത്താം. ഇങ്ങനെ പറയില്ലേ മീനു, ഇതിന് ഒരുപാട് ലെവൽസ് ഉണ്ട്. ഞാൻ ലെവൽ 1 സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നീ ചുമ്മാ ഞങ്ങളിപ്പോ ഓക്കെ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, അല്ലാതെ കാര്യങ്ങൾ അടുത്ത ലെവലിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. അടുത്ത ലെവലിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷെ നിനക്ക് ഈ കാര്യങ്ങളുടെ കിടപ്പ് എന്താന്ന് മനസ്സിലാവാത്തോണ്ടാ. ഈ പ്രണയം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പുരുഷന്മാരുടെ സ്ത്രീകളുടെ ഇടയിൽ ഒരുപാട് ക്രയവിക്രയങ്ങൾ നടക്കും. ക്രയവിക്രയങ്ങൾ നടക്കും. ഒബ്വിയസ്ലി അതൊക്കെ നിങ്ങളുടെ ഇടയിൽ നടക്കും. അപ്പൊ ആ സമയം ആവുമ്പോഴത്തേക്കും നിന്നെ ഫുള്ളി പ്രിപ്പയർഡ് ആക്കി വെക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിനാണ് ഈ ട്രെയിനിങ് തരുന്നത്. മോണ്ടപ്പി, നീ ഒന്നും മിണ്ടാതിരുന്നേ, അല്ലെങ്കിൽ ഈ മനുഷ്യന്മാർക്ക് ടെൻഷനായിട്ട് വയ്യ. ഇതൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ഫസ്റ്റ് ലെവലാന്നൊക്കെ നീ പറയുന്നു, വേറെ ലെവലിലേക്കൊന്നും കടന്നിട്ടില്ലെന്നും പറയുന്നു. പക്ഷെ തുടങ്ങി കഴിഞ്ഞാൽ മോളെ ഇതൊരൊറ്റ പോക്കായിരിക്കും. ആ സമയത്ത് നിനക്ക് ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും സമയം കിട്ടൂല. അപ്പതാ ബി പ്രിപ്പയർഡ്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, നീ മനുഷ്യന്മാരെ ടെൻഷനാക്കാതെ. എനിക്കിതിന്റെ ഒന്നും ഒരു കാര്യമില്ലായിരുന്നു. ഈ ടോമി അല്ലെങ്കിൽ വേറൊരുത്തൻ എന്തായാലും നിന്റെ ലൈഫിലേക്ക് വരുമല്ലോ, ഉറപ്പല്ലേ? ഇതിപ്പോ ടോമി നമുക്ക് അറിയാവുന്ന ഒരുത്തനായോണ്ട് നന്നായി. ഏത് ലെവൽ വരെ പോകുന്നൊക്കെ നമുക്ക് ചിന്തിക്കാലോ. പക്ഷെ ചിലരുടെ കേസ് ഇതൊന്നുമല്ല. നമ്മൾ അടുത്ത് മനസ്സിലാക്കി കഴിയുമ്പോഴായിരിക്കും ഇയാളെല്ലാം നമ്മുടെ സ്വപ്നത്തിലെ രാജകുമാരൻ എന്ന് മനസ്സിലാക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്തൊരു ലക്കിയാ നീ. അത് ശരിയാണ്. ജോമിനും ടോമിനും നമുക്ക് വർഷങ്ങളായിട്ട് അറിയുന്നത് കാരണം അവർ ഏത് ലെവൽ വരെ പോകുന്നുള്ളതൊക്കെ നമുക്കറിയാം. അത് സത്യ. എന്തെന്നാലും ഒരെന്നാലും ഇല്ല. വരുന്നൊക്കെ വരുന്ന പോലെ നമ്മൾ കാണുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ എന്റെ പേടി അതൊന്നല്ല. നമ്മുടെ മേരിമേടെ ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? അതാണ് നിന്റെ ടെൻഷൻ. മേരി മാഡം എന്തായാലും ഇത് അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഈ പുള്ളിക്കാരി ഇതെങ്ങനെ ഡീൽ ചെയ്യുമെന്നാണ് നമ്മൾ നോക്കാനുള്ളത്. പക്ഷേ ടോമി കട്ടയ്ക്ക് നിൽക്കുന്ന ആളല്ലേ, അതുകൊണ്ട് നീ ഒന്നും പേടിക്കാനില്ല. അല്ല, അതിപ്പോ എനിക്കും കട്ടയ്ക്ക് നിൽക്കാൻ പേടിയൊന്നുമില്ല. പക്ഷെ ഫ്യൂച്ചറിൽ ഞാനും ടോമിയും തമ്മിലുള്ള ഈ റിലേഷൻ അടുത്തൊരു ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഈ മേരി മാഡത്തിന് ഇനിയും കാണേണ്ടതാണല്ലോ. അങ്ങനെ ഒരു മെന്റെ വായിന്ന് ഇപ്പൊ എന്തെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ ഇവരെ ഞാൻ അങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതാണ് ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. മീനു, ഇത് നീ മാത്രം ചിന്തിക്കേണ്ട കാര്യമല്ല, അവരും കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. സോ അത് നീ വിട്ടോ, അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇങ്ങോട്ട് എങ്ങനെ അവർ ബിഹേവ് ചെയ്യുന്നോ അതേപോലെ മോളും തിരിച്ച് ബിഹേവ് ചെയ്താൽ മതി. ചമ്മി മുഖം മാറ്റേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ കാര്യം പറഞ്ഞു. അല്ല ജോമി, അത് മീനു, നീ പറയാൻ പോണ കാര്യം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നിങ്ങളാരും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. അവൻ ആ കാര്യം എൻ്റെ അടുത്ത് നേരത്തെ പറയായിരുന്നു. എനിക്ക് ആ വിഷമം മാത്രമേ ഉള്ളൂ. അല്ല, ഞങ്ങളങ്ങനെ കാര്യങ്ങള് തീരുമാനം എടുത്ത് ചെയ്തതൊന്നുമല്ല. മേ ബി അതുകൊണ്ടായിരിക്കും ടോമി ജോമി. മീനു, ഞാൻ സംഭവം ദേഷ്യക്കാരനാണെങ്കിലും കുറച്ചധികം ദേഷ്യക്കാരനാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താത്തത്. അതിനിപ്പോൾ എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. എന്താണ് നിങ്ങളെ തീരുമാനം എന്ന് പറഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മൾ കൂടെ വയ്ക്കാം. അല്ല, കാര്യങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് തീരുമാനമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയിലൊന്നും അല്ല. ഭാവി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താല്പര്യമുണ്ട്.
ഈ താല്പര്യം ഭാവിയിലോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. നല്ല പ്രോഗ്രസീവ് തോട്ടാണ്. നിങ്ങൾ എന്തായാലും സമയം എടുത്ത് ആലോചിച്ചിട്ട് നിങ്ങൾ എന്താണെന്ന് പറ, നമ്മൾ അതനുസരിച്ച് കൂടെ നിൽക്കാം. അല്ല, ടോമി ജോമിയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല, അവ ഇതുവരെ പറഞ്ഞില്ല. ഓക്കെ ആവട്ടെ, എന്നിട്ട് പറയും. ഇപ്പൊ നല്ല ചമ്മലുണ്ട്, എന്നെ മുഖത്ത് നോക്കുന്നുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കണം. എത്രയും പെട്ടെന്ന് ടോമി പോയി. എടാ, നിലവിൽ എനിക്കൊരു പ്രശ്നമില്ല, പക്ഷെ നിനക്കൊരു പ്രശ്നം ഉണ്ടാവുന്നത് മാത്രമാണ് എന്റെ ആഗ്രഹം. നേരാണ് കാര്യം പറയാ. എടാ അതെ, നമുക്ക് സംസാരിച്ചാലോ? എന്ത്? നീ ഒന്ന് വന്നേ, നീ വാ, നീ ഇവിടെ ഇരിക്കും. എടാ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയടാ. എടാ, നീയും മീനും തമ്മിലുള്ള ബന്ധം ഈ ഓഫീസിൽ നിന്ന് അറിയാണ്ട് ആരും ബാക്കിയില്ല. ഇതായിരുന്നു അതിന്റെ ഇത്ര വലിയ കാര്യം. എടാ അത് ആര് വേണമെങ്കിലും അറിഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞേ. എടാ, നിനക്ക് പ്രശ്നമില്ല, നീ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭൂമി. പക്ഷെ നീ പറയേണ്ട ഒരാളുടെ അടുത്ത് മാത്രം പറഞ്ഞിട്ടില്ല. ആരോട് പറഞ്ഞില്ലത്? നീ ജോമിയോട് പറഞ്ഞു. എടാ, നീ പറയാതിരിക്കാൻ നിനക്ക് നിന്റേതായ കാരണങ്ങളുണ്ടാവും. ടോമി, നീ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. എത്ര വില കൊടുക്കേണ്ടി വരും? എടാ, ജോമിയുടെ സ്വഭാവം നിനക്കറിയാലോ. ആവശ്യത്തിലേറെ ദേഷ്യവും വാശിയുള്ള പ്രകൃതക്കാരനവൻ. നീയും മീനും തമ്മിലുള്ള ബന്ധം അവന്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോണെന്ന് ഞാൻ പറയണ്ടല്ലോ. അവന് നല്ല ദേഷ്യം വരും. എന്നാ അതെങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. എടാ തെറ്റി, നീ വിചാരിക്കണ പോലും നല്ല ഇവിടുത്തെ കാര്യങ്ങള്. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങള്? എടാ, ജോമിയെ സംബന്ധിച്ചിടത്തോളം മീനു ഇവിടുത്തെ വെറും സ്റ്റാഫ് മാത്രമാണ്. നീ പറയുമ്പോഴാണ് അവൾ നിന്റെ കാമുകയാവത്തുള്ളൂ. എടാ വല്ലോടേക്ക് നേരെ പറയടാ. എടാ, നീയും മീനും തമ്മിലുള്ള ബന്ധം നീ അവന്റെ അടുത്ത് പറയാത്തതിന്റെ വാശിയിൽ അവൻ അവിടെ ട്രൈ ചെയ്യാൻ വേണ്ടി നടക്കും. ഞാനിത് പറയുമ്പോൾ ദേഷ്യം തോന്നും, പക്ഷെ ഞാൻ പറയണമെന്ന് മനസ്സിലായി. ജോമിയെ കുറിച്ച് ഒരു അനാവശ്യം പറഞ്ഞ ആഴ്ച. എടാ, ഞാൻ അനാവശ്യം പറഞ്ഞല്ല, ഞാൻ നിനക്ക് തെളിവ് തന്നാലോ? എടാ, നമ്മുടെ ഈ ഓഫീസിലുള്ളവര് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഈ കാണുന്നതൊക്കെ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഇനിയിപ്പോ നീ വിശ്വസിച്ചാലില്ലെങ്കിലും ഞാൻ കണ്ടതൊക്കെ നിന്റെ അടുത്ത് ഒന്ന് പറയും. നീ എന്തോന്ന് കണ്ടെന്നാണ് മര്യാദക്ക് അത് പറ. ടോമി, പുറമേന്ന് കാണുമ്പോൾ അവനവിടെ ഭയങ്കര ചിരിയും കളിയൊക്കെ. നീ ഇവളുടെ കാര്യം അവൻ്റെ അടുത്ത് പറയാത്തോണ്ട് അവന് നല്ല ദേഷ്യം നിന്റെ അടുത്തുണ്ട്. എന്നിട്ട് നിനക്കൊരു പ്രശ്നമില്ലല്ലോ അല്ലേ? അവനവിടെ ചിരിച്ചു ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോമി, ജോമി നിനക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. നീ അത് ഇപ്പം മനസ്സിലാക്കിയെങ്കിൽ ബുദ്ധിമുട്ടും. സോറി ടോമി, ഏറ്റെടുത്ത ദൗത്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വിജയിപ്പിച്ച് ശീലമുള്ള ഒരു